ഹലോ, ഇന്ന് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവണേ. അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ നല്ല രീതിയിൽ ഇടുന്നുണ്ട്, കാരണം എനിക്ക് നല്ല ഡ്രൈ ആവുന്നുണ്ട് ഇപ്പോൾ ഫേസ്. ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് പിരികം ഷേപ്പ് ചെയ്യാണ്. പിരികം ത്രെഡ് ചെയ്യാത്തതും കൊണ്ട് വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതാണ്. കണ്ണ് ഞാൻ കുറച്ച് കാലം എഴുതിയില്ല, അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ കണ്ണെഴുതാത്തതെന്നുള്ളത്. ഈ കണ്ണെഴുതി ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ കാണുന്ന എല്ലാവരും എന്താ കണ്ണെഴുതാത്ത, എന്തെങ്കിലും അസുഖമാണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ണെഴുതി. മേലക്കൂടി ഒന്നും എഴുതുന്നില്ല, താഴെക്കൂടി മാത്രമാണ്. താഴെക്കൂടി എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ അനുസിത്താര ആക്ട്രസ് നല്ല ഭംഗിയല്ലേ താഴെക്കൂടി കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായി, അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. നമ്മളെ ലാക്മീൻ്റെ ന്യൂഡ് ഡ്രീം തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കമ്മൽ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുകയാണ്. ഈ പൊട്ട് പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാരണം ഞാനിത് എവിടെ പോവുകയാണെങ്കിലും തപ്പി പിടിച്ച് വാങ്ങും. എസ്പെഷ്യലി തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ നല്ല പൊട്ടുകൾ കിട്ടും കേട്ടോ, നല്ല ഗമ്മൊക്കെയുള്ള. പിന്നെ എൻ്റെ കണ്ണെന്തോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നി, ഉറക്കം ശരിയാവാത്തതിൻ്റെ എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് മുടിയിട്ടാൻ നന്നായിട്ട് ചീവിയിട്ട് ഞാൻ എൻ്റെ ബനാന ക്ലിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എങ്ങനെ കെട്ടിയാലും ഒരുപോലെ ഇരിക്കുന്ന മുടിയായത് കൊണ്ട് വേറെ ആഡംബരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുടി ചീവിയപ്പോൾ കുറച്ച് ഡ്രസ്സിലൊക്കെ വീണായിരുന്നു, അത് പെറുക്കി മാറ്റി വെക്കുക കേട്ടോ, അകത്താവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് വാച്ചിട്ടു. പിന്നെ ഈ വള പിന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല. പിന്നെ ഒരു മോതിരം ഇട്ടു. പിന്നെ ഞാൻ കമ്മൽ എന്തായാലും മാറ്റിയൊക്കെ വെച്ചിട്ട് ഈ ഹൂപ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഡ്രസ്സാണെങ്കിൽ എൻ്റെ ചേച്ചി എൻ്റെ ഹൽദീൻ്റെ സമയത്ത് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സാട്ടോ. ഇതിപ്പോൾ വെറുതെ കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടിവെട്ട് മഞ്ഞ കളറാണ്, എന്നാലും ഞാൻ ഇട്ടു. എന്തായാലും ഓരോരോ ദിവസവും ഓരോ ഡ്രസ്സ് ഇടണമല്ലോ. പിന്നെ ഇതാണ് എൻ്റെ മുടീൻ്റെ ബാക്ക് സൈഡ്, ഇതാണ് ഒരുങ്ങിയിട്ടുള്ളത്.